ഹലോ ഫ്രണ്ട്സ്, ഇന്നൊരു നിക്കാഹ് വ്ലോഗ് കാണാൻ പോകുന്നത്. മാഷാ അല്ലാ, അടിപൊളി നിക്കാഹായിരുന്നു കേട്ടോ. ഏതായാലും ബാറക്കല്ലാഹു ലക്കുമാ വബാറക അലൈക്കും. ബാക്കി വിശേഷങ്ങളൊക്കെ നിങ്ങൾ ഏതായാലും വീഡിയോയിൽ കണ്ടോളൂ. നമ്മുടെ കൊയിലാണ്ടിയിലാണ് പരിപാടി നടക്കുന്നത്. നിക്കാഹ് നടക്കുന്നതിന്റെ തലേ ദിവസം തന്നെ നമ്മുടെ കുട്ടികളെല്ലാവരും അവിടെ എത്തിയിരുന്നു കേട്ടോ. നമ്മൾ ഈ 60 കുട്ടികളും എവിടെ താമസിക്കുന്നുള്ള ചെറിയൊരു ചിന്ത വന്നപ്പോഴേക്കും നിങ്ങൾ എന്തിനാണ് മക്കളെ ബേജാറെന്ന്, നമ്മുടെ വീടെല്ലാം എവിടെ കിടക്കുന്നേ എന്ന് പറഞ്ഞ പ്രിയപ്പെട്ട ഹുസൈൻ തങ്ങളോട് എങ്ങനെ നന്ദി പറയാൻ നമുക്കറിയില്ല കേട്ടോ. വീഡിയോ എടുക്കുന്ന പറഞ്ഞപ്പോൾ ജീവിച്ച് കാണിക്കുന്ന കുറച്ച് ചങ്ങായിമാരൊക്കെ. നീ എന്തിനാ എടുക്കുന്നത്? മുനഫർ എന്താ മുനഫർ? ആദ്യത്തെ പണി എടുക്കുന്ന ചങ്ങായിമാരോ. ചായ എങ്ങനെയുണ്ട്? അടിപൊളി. മാഷാ അല്ലാ, തങ്ങൾ നമുക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നിട്ടോ. ഒന്നിനും ഒരു കുറവും വരുത്തിയില്ല. ഇതിന് പകരമായിട്ട് സ്വർഗത്തിലൊരു മണിമാളിക അല്ലാതെ വേറെ എന്താ നമുക്ക് തങ്ങൾക്ക് വേണ്ടി ചോദിക്കാൻ പറ്റുക? എന്നിട്ട് നമ്മൾ നേരെ നമ്മുടെ കല്യാണ മണ്ഡപത്തിലേക്ക് നീങ്ങിട്ടോ. ഐഷ്, അതിഥികളെ സ്വീകരിക്കാൻ എന്തൊക്കെയാന്ന് ഈ ജ്യൂസുകളും പലഹാരങ്ങളൊക്കെ നമ്മെ നോക്കി ചിരിക്കുന്നത് പോലെ അല്ലേ? നമ്മുടെ പ്രിയപ്പെട്ട ഷാഫി ഉസ്താദ് അവിടെ സജീവായിട്ടുണ്ട് കേട്ടോ. കാരണം നമ്മുടെ പ്രിയപ്പെട്ട അഹ്ലു ബൈത്തിന്റെ കല്യാണമാണ്. പ്രത്യേകിച്ച് നമ്മുടെ ദർസിൽ പഠിക്കുന്ന ബഹുമാനപ്പെട്ട അലി ബാഫയ്ക്ക് തങ്ങളുടെ 2 പേരക്കുട്ടികളുടെ പെങ്ങളെ കല്യാണം കൂടിയാണ്. അത് ഏറ്റവും ഭംഗിയായ രൂപത്തിൽ നടത്തി കൊടുക്കാന്നുള്ള നമ്മുടെ ഉത്തരവാദിത്വമല്ലേ എന്നാണ് ഉസ്താദ് നമ്മളോട് ചോദിക്കുന്നത്. അല്ലോ, ഞാൻ വധുവരന്മാരെ പേര് പറഞ്ഞില്ല അല്ലേ? എന്നാ നിങ്ങൾ കേട്ടോലി. നമ്മുടെ സ്വന്തം പ്രിയപ്പെട്ട യാസിർ ബാഫയ്ക്ക് തങ്ങളും പ്രിയപ്പെട്ട നജാ ബേബിയുമാണ് വധുവരന്മാർ. കേരള, കർണാടക അങ്ങോളം ഇങ്ങോളമുള്ള സകല നേതാക്കളും പങ്കെടുത്തൊരു പരിപാടിയായിരുന്നു. പ്രത്യേകിച്ച് നമ്മുടെ ഷെയ്ഖുന തൗലല്ലാഹു അംറഹു മഅ സിഹ്ഹതി വൽ ആഫിയ. ഉസ്താദ് വന്നതും സദസ്സിളകി. സകല തങ്ങന്മാരും ഉസ്താദിനെ സ്വീകരിക്കാൻ വേണ്ടി നിൽക്കുകയാണ്. എങ്ങനെയാണ് ഹബീബെ സ്വീകരിക്കാണ്ടിരിക്കുക? ആരാണ് അഹ്ലു ബൈത്ത് എന്ന് ഈ ഉമ്മത്തിന് പഠിപ്പിച്ചു കൊടുത്ത ഒരു മണിമുത്തല്ലേ നമ്മുടെ ഷെയ്ഖുന. كذاك شيبه تسقي الروح بهجتها وتنتقي حبها من غير يقتار. ഈ ഒരു കല്യാണത്തിന് സാക്ഷികളായത് 1-2 പേരല്ല, ആയിരങ്ങളായിരുന്നു. ഈ നിക്കാഹ് നില സമ്പ്രദായം എന്തൊരു അത്ഭുതമല്ലേ! ആ നിക്കാഹിന്റെ തൊട്ട് മുമ്പ് വരെ ഹറാമായ പല കാര്യങ്ങളും ഈ നിക്കാഹിന് ശേഷം അവർക്ക് ഹലാലാവുകയാണ്. പക്ഷേ പടച്ചോന്റെ തൃപ്തിയിലായിരിക്കുക എന്നുള്ള ഒറ്റ കണ്ടീഷനേ ഉള്ളൂ. എക്കാലത്തും എല്ലാവർക്കും ഒരേപോലെ റോൾ മോഡലാക്കാൻ പറ്റുന്ന ഒരു കപ്പിൾ ലൈഫാണ് ബഹുമാനപ്പെട്ട അലിയാർ തങ്ങളുടെയും ഫാത്തിമ ബീവിയുടെയും റളിയല്ലാഹു അൻഹുമ. എന്തൊരു ലൈഫാണല്ലേ! ജീവിക്കുകയാണെങ്കിൽ അങ്ങനെ ജീവിക്കണം. 2 പേർക്കിടയിൽ നല്ലൊരു അണ്ടർസ്റ്റാൻഡിങ്, ഡീപ്പ് കണക്ഷന്, വിട്ടുവീഴ്ച മനോഭാവം, അതിലുപരി പടച്ചവനോടുള്ള തൃപ്തി, ഇവയെല്ലാമാണ് നല്ലൊരു ഹെൽത്തി റിലേഷൻഷിപ്പിന്റെ ഫൗണ്ടേഷൻ എന്ന് അവരുടെ ജീവിതം നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. ഇത്തരത്തിൽ അലിയാർ തങ്ങളുടെയും ഫാത്തിമ ബീവിയുടെയും റളിയല്ലാഹു അൻഹുമ അവരുടെ ജീവിതം നമ്മുടെ പ്രിയപ്പെട്ട യാസിർ തങ്ങൾക്കും നജാ ബീവിക്കും കൈവരിക്കാൻ പറ്റട്ടെ എന്ന് വളരെ ആത്മാർത്ഥമായി ഞാൻ ആഗ്രഹിക്കുകയാണ്. എന്താണ് സത്യം പറയാലോ, ഒരു കാര്യം പറയാതിരിക്കാൻ വയ്യ. ഈ പൊരി വെയിലത്തും വരുന്ന എല്ലാ ഗസ്റ്റുകൾക്കും വളരെ സന്തോഷത്തോടു കൂടി ജ്യൂസ് അടിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ എഫേർട്ട്, ഓ മാൻ, ദാറ്റ്സ് റിയലി അൺഫോർഗറ്റബിൾ. എല്ലാം സഹിക്കുക, ചൂട് മാത്രം സഹിക്കാൻ. ഒരു കാര്യം പറയട്ടെ, 2 ഉറുപ്പിയാണെങ്കിലും അത് നിങ്ങൾ സ്വതക്ക കൊടുത്തോളൂ കേട്ടോ. അത് വെറുതെ ആവൂല, ഞാൻ അന്ന് മനസ്സിലാക്കി.